ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ പാലക്കാട് വടക്കന്തര ക്ഷേത്രത്തിനടുത്തുള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ട് 2 വർഷമാവാൻ പോവുകയാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ. ഈ 2 വർഷത്തിനുള്ളിൽ 10-30 പരം വീടുകൾ കേരളത്തിൽ പല ജില്ലകളിലായിട്ട് ഒരു നിലയും 2 നിലയൊക്കെ ആയിട്ട് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഈ അമ്പലത്തിൻ്റെ നേരെ ബാക്കിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീട്. ഇത് ഞങ്ങൾ ശ്യാമപ്രസാദിന് വേണ്ടിയിട്ട് നിർമ്മിച്ച വീടാണ് കേട്ടോ. ശ്യാമേട്ടൻ്റെ വീടുള്ളത് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അപ്പോൾ ശ്യാമേട്ടൻ കുറച്ചും കൂടി അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു മേടിച്ച സ്ഥലമാണിത്. ഞങ്ങൾ വളരെ പരിമിതിയായിട്ട്, അതായത് ഇത്രയും ബുദ്ധിമുട്ടിയിട്ടെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ബാക്കിയുള്ള 3 സൈഡും നമുക്ക് ഒരു മീറ്റർ സ്പേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബുകൾക്കൊക്കെ ഞാൻ ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെയിൻ സ്ലാബുകൾ ചെയ്തു തരുന്നത്. നമ്മളതിനെ അയൽപ്പക്കക്കാരുടെ സഹകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊരു വീഡിയോസും ഇട്ടിട്ടുണ്ട്. ഈ വീട് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ആർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇത് കോൺക്രീറ്റിൽ ചെയ്ത വീടാണെന്ന്. കാരണം ഈ വീടിൻ്റെ ഉള്ളും പുറവും നോർമൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞൊരു സ്റ്റേജാണ് ഇപ്പോൾ. പിന്നെ ഈ വീടിൻ്റെ നല്ലൊരു ഫ്രണ്ട് വ്യൂ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു നിവർത്തിയില്ല. കാരണം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു റോഡിൻ്റെ സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ മാക്സിമം സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഏരിയയിലാണ് ആ 3 ലെയറായിട്ടുള്ള ജനൽ കൊടുത്തിരിക്കുന്നത്. ആ 3 ലെയറിൻ്റെ ജനലിൻ്റെ 3 പാളികളും, അതായത് 6 പാളികളും നമുക്ക് ഒരേപോലെ തുറന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാരണം അതിൻ്റെ ലാൻഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ മുകളിലത്തെ 4 പൊളിയും അടിയിലത്തെ 2 പൊളി താഴത്തെ ഹാളിലേക്കും തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിതാണ് ശ്യാം ചേട്ടൻ തന്ന എലിവേഷൻ. നമ്മൾ മാക്സിമം ഈ ഒരു എലിവേഷനിൽ കാണുന്ന അതേപോലെ തന്നെ ആ വീടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ എലിവേഷനിൽ കാണുന്ന പോലത്തെ ഒരു വ്യൂ നമ്മളെ വീഡിയോയിൽ കാണാൻ പറ്റാത്തത് അതിൻ്റെ മുന്നിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഈ വീടിന് പിന്നെ ഷോ വാളുകളോ കാര്യങ്ങളൊന്നും കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ മുകളിലൊരു ബോക്സ് കൊടുത്തത് താഴത്തേക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം അവിടുത്തെ സ്ഥലപരിമിതി തന്നെയാണ്. കാരണം ഒരു വണ്ടി പാർക്കിംഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവും. അതേപോലെ നമുക്ക് അവിടെ ഒരു കിണറും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രൊജക്ഷനും ഫ്രണ്ടിലേക്ക് വരാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിന് സ്ഥലപരിമിതി ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും വലിയ ജനലുകളും ഇതൊക്കെ കൊടുത്തിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വാതിലുകളും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. മാക്സിമം വെട്ടവും വെളിച്ചവും വീടിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആകെ നമുക്കിപ്പോൾ ഈ ഫ്രണ്ട് സൈഡ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കി 2 സൈഡും വീടാണ്. ഒരു സൈഡിൽ ഇനി വീട് വെക്കാൻ പോകുന്ന സ്ഥലമാണ്. ഈ വീടിൻ്റെ ഡോറുകൾ വരുന്നത് സ്റ്റീലിൻ്റെ റെഡിമെയ്ഡ് ഡോറാണ് 3 എണ്ണം വരുന്നത്. അതായത് താഴത്ത് 2 എണ്ണം, അതേപോലെ അപ്സ്റ്റെയറിൻ്റെ ഔട്ട് സൈഡിലുള്ളതും. അത് 9 ഇഞ്ചിലാണ് ഫ്രണ്ടിൽ 2 എണ്ണം വരുന്നത്. കിച്ചൻ്റെ അവിടുത്തെ നോർമൽ 4 ഇഞ്ചിലാണ് വരുന്നത്. 9 ഇഞ്ചിൻ്റെ ഡോറാണെങ്കിൽ കൂടി നമ്മൾ ഈ ഫുള്ളി ചുമര് കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ചിൽ തന്നെയാണ്. അതായത് ആ ജനലും എല്ലാം കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ചിൻ്റെയാണ്. അതിൽ നിങ്ങൾക്ക് കാണാനും പറ്റും സാധാരണ നോർമൽ കല്ലിൽ ചെയ്യണ വീടിൻ്റെ പോലെ ജനലിൻ്റെ അവിടെ ഒരു ഗ്ലൂ വന്നിട്ടുണ്ട്. നമ്മളതിങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ആകെ 2 ബെഡ്റൂമേ ഉള്ളൂ. ബാക്കിയുള്ള മിഡിൽ ഏരിയ കംപ്ലീറ്റ് ഓപ്പൺ ഹാളായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലോഡ് ബെയറിങ്ങും കൂടി അതിൽ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചുമര് കംപ്ലീറ്റ് ആയിട്ട് 9 ഇഞ്ചിൽ കൊടുക്കാനുള്ള കാരണം. പിന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ കംപ്ലീറ്റ് കട്ട്ള ജനൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 5 ഇഞ്ച് തിക്നെസ്സിലാണ്. ശ്യാം ആദ്യം പറഞ്ഞിരുന്നു ഞാൻ ഉള്ളും പുറവും പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്ററിംഗ് ചെയ്യണ സമയത്ത് എനിക്ക് 5 ഇഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 5 ഇഞ്ചാണ്. അപ്പോൾ അതായത് ഈ ഭിത്തിയുടെ തിക്നെസ് ഇപ്പോൾ ടോട്ടലായിട്ട് വരുന്നത് 5 ഇഞ്ചാണ്. 2 സൈഡും പ്ലാസ്റ്ററിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഫിനിഷിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കും. അതായത് 2 സൈഡും നമുക്ക് ഡോർ ഫ്രെയിമിൻ്റെയും വിൻഡോ ഫ്രെയിമിൻ്റെയും കറക്റ്റ് ഫ്ലഷ് ആയിട്ടാണ് നമുക്ക് 5 ഇഞ്ചിൻ്റെ വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. നോർമൽ 8 ഇഞ്ചിൽ ചെയ്യണ വീടിന്, അതായത് 20 സെൻറ്റിമീറ്ററിൻ്റെ കല്ലിൽ ചെയ്യണ വീട് പ്ലാസ്റ്ററിംഗ് കഴിയുന്ന സമയത്ത് മാക്സിമം 9 ഇഞ്ച് വരെയാണ് വരാറുള്ളത്. നമ്മളെ വീട് 4 ഇഞ്ചിൽ ഭിത്തി ചെയ്യുമ്പോൾ 2 സൈഡും പ്ലാസ്റ്ററിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 5 ഇഞ്ച് അല്ലെങ്കിൽ 4.25 ഇഞ്ച് വരെയൊക്കെ വരാറുണ്ട്. 5 ഇഞ്ചിൻ്റെ ഡോർ ഫ്രെയിം ഇട്ട് ചെയ്യുന്ന സമയത്ത്, പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് അതിന് മാച്ചാക്കാൻ വേണ്ടിയിട്ട് തിക്നെസ് ഒന്നും കൂടി കൂടും. അതല്ല ഇനി നോർമൽ 4 ഇഞ്ചിലാണ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3/8, അതായത് 3 നൂലിൻ്റെ കനയുള്ള പ്ലാസ്റ്ററിംഗ് കനം വരിക. അപ്പോൾ 2 സൈഡും പോലെ നോക്കുമ്പോൾ 4.25 ഇഞ്ചാണ് പ്ലാസ്റ്ററിംഗ് ഇൻസൈഡും ഔട്ട് സൈഡും ചെയ്യുമ്പോൾ വരിക. ഈ ഒരു രീതിയിൽ ഇതിപ്പോൾ 4.25 ഇഞ്ച് ഉണ്ടായിരിക്കുള്ളൂ. കാരണം ബാത്റൂമിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ നമുക്ക് ഡോർ ഫ്രെയിം വരുന്നില്ല. പിന്നെ ഹാളിൽ ചുമര് നമ്മൾ 9 ഇഞ്ച് ആക്കാൻ വേറെയും കാരണമുണ്ട് കേട്ടോ. ആ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിറ്റ് ഔട്ട്, അതായത് ഹാള് ആ ഏരിയ വരുന്നത് 6 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഈ 6 മീറ്റർ ലെങ്ത്ത് വരുമ്പോൾ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിൽ ഒരിക്കലും ചുമരുണ്ടായിരിക്കില്ല. അത് ഓപ്പൺ ആണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അവിടെ ഒരു ബെഞ്ച് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്സ്റ്റെയറിലും സെയിം ബാൽക്കണിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്പാന് പുറത്തേക്ക് തള്ളിയിടുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അതും കൂടി കൂടിയിട്ടാണ് ഞാൻ അവിടെ 9 ഇഞ്ചിൻ്റെ ഫുള്ളി കോൺക്രീറ്റ് ചുമര് തന്നെ അടിയിൽ കൊടുക്കാനുള്ള കാരണം കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റെയർ കേസ് ചെയ്തിരിക്കുന്നത് നമ്മൾ 7 അടിയിൽ ഒരു ഫുൾ ലെങ്ത് ലാൻഡിംഗ് ആണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ സൈറ്റിൽ വേണ്ടത് നല്ല സ്പേസ് ഉള്ള ഒരു ചുമര് വേണമെന്നാണ്. കാരണം നമുക്ക് ചുമരിന് നീളമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിലുള്ള സ്റ്റെയർ കേസ് നമുക്ക് വീടുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റുക. നോർമലി നമ്മളെ വീടിൻ്റെ ഹൈറ്റ് വരുന്നത് 10 അടിയാണ്. 10 അടി ഹൈറ്റുള്ള വീടിന് നമ്മൾ 5 ഇഞ്ച് കനത്തിൽ മെയിൻ സ്ലാബും കൂടി ചെയ്യുമ്പോൾ 15 സെൻറ്റിമീറ്ററാണ് നമ്മൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് വയ്ക്കുന്നത് വെച്ചാൽ 21 സ്റ്റെപ്പാണ് വരുന്നത്. 21 സ്റ്റെപ്പ് വരുമ്പോൾ ചവിട്ട് മാക്സിമം നമുക്കൊരു 25 അല്ലെങ്കിൽ 30 വരെ കൊടുക്കാം. ഇതിൻ്റെ 25 ആയി കൊടുത്തിട്ടുള്ളൂ. കാരണം 30 കൊടുക്കുമ്പോൾ ഇനി സ്പേസ് വേണ്ടി വരും. നല്ല സ്റ്റെപ്പ് ആവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 15 സെൻറ്റിമീറ്റർ റൈസും
ചവിട്ട് വരുന്നത് ഒരു 30 സെൻറ്റിമീറ്റർ വയ്ക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു വ്യൂ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റെപ്പായിട്ട് കിട്ടുന്നത്. പിന്നെ സ്ഥലപരിമിതിക്ക് അനുസരിച്ചിട്ട് ആൾക്കാർ അത് കുറയ്ക്കും കൂട്ടും ഒക്കെ ചെയ്യും. അപ്പോഴാണ് സ്റ്റെപ്പിന് ഹൈറ്റ് കൂടുന്നത്. താഴെ നിങ്ങളിപ്പോൾ കണ്ടത് കൂടാണ്ട് ഈ ഒരു കിച്ചണും വർക്ക് ഏരിയയും മാത്രമേ ഉള്ളൂ. അതായത് ഒരു റൂം, ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, ഇത്രയാണ് ഈ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ താഴെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇതുവരെയുള്ള സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങും അതേപോലെ വീടിൻ്റെ പ്ലാസ്റ്ററിങ്ങും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. ഈ വീട്ടിൽ നല്ല ഒരുപാട് സ്പേസ് ആണ്. കാരണം ഹാളാണെന്നുണ്ടെങ്കിലും അതേപോലെ സ്റ്റെയർ റൂമാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്പേസ് ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ ഒരു നോർമൽ സിമെൻറ്റ് കളറായ കാരണം കൊണ്ട് ഒരിക്കലും ഈ ഒരു സ്പേസ് ഫീൽ ചെയ്യില്ല. വീടിൻ്റെ സ്പേസ് തോന്നിക്കുന്നത് ആ വീട് പെയിൻറ്റിങ് കഴിയുമ്പോഴും അതേപോലെ തന്നെ വീടിൻ്റെ ടൈൽസിൻ്റെ വർക്ക് കഴിയുമ്പോഴാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് സ്പേസ് ഉള്ളതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വീട് മൊത്തം ചെയ്തിരിക്കുന്നത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ നിങ്ങൾക്ക് അറിയുണ്ടാവും, അമ്മൂൻ്റെ അനിയൻ. അവൻ്റെ നാടും പാലക്കാടാണ്. പക്ഷേ അവ പാലക്കാടായിട്ട് കൂടി അവൻ്റെ വീട്ടിൽ കൂടി പോകാണ്ട് ഈ സൈറ്റിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടി ചെയ്ത ഒരു വർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ഥലപരിമിതി ഞാനിതിന് മുന്നേ പറഞ്ഞു. അതായത് ഒരു സ്കഫോൾഡിങ്ങും പോലും പുറത്തിടാൻ സ്പേസ് ഇല്ലാത്തൊരു സൈറ്റായിരുന്നു നമുക്കത്. ഇതിൻ്റെ താഴത്തെ വർക്ക് വളരെ പെട്ടെന്ന് തീർന്നതാണ്. അതിൻ്റെ വീഡിയോസ് കൊണ്ട് നമ്മളിതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ മെയിൻ സ്ലാബ് ചെയ്തു എന്നുള്ളത്. പക്ഷേ അപ്സ്റ്റെയർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് ഒരുപാട് ഡിലേ വന്നു. മഴയും കാരണം അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട് ഇതിൻ്റെ അപ്സ്റ്റെയർ ചെയ്യാനായിട്ട്. പിന്നെ ഉണ്ടായൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ സ്പേസിനനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ചുമരുകൾക്കെല്ലാം കട്ടിംഗ് ആണ്. അവിടെ എല്ലാ സ്ഥലപരിമിതി കാരണം കൊണ്ട് സെറ്റിംഗ് ഔട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ചുമരും കട്ടിങ് ചെയ്തിട്ടാണ്. അതായത് സ്ട്രൈറ്റ് ലൈൻ ചുമരിൽ വർക്ക് ചെയ്യണതും എല്ലാ സൈഡും കട്ടിങ് വരുമ്പോൾ ഒരുപാട് ഡിഫറൻ്റ് ആണ്. അത് സൺഷെയ്ഡറിനാണെങ്കിലും ശരി, ചുമര് വയ്ക്കാനാണെങ്കിലും ശരി, ഒക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ ഈ ജനൽപ്പൊളി ഈ ലാൻഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ മുകളിലും താഴെയും തുറക്കാൻ പറ്റും. അതായത് 6 വലിയ പൊളികളാണെന്നുണ്ടെങ്കിലും 6 പൊളികളും തുറക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളുടെ ചാനൽ ഇറങ്ങാൻ പോകുന്ന 300ാമത്തെ വീഡിയോ ആണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും വീഡിയോ ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടുമ്പോഴേലും നമ്മൾ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യണം. ഏകദേശം 5000 ചില്ലാൻ ആളുകളാണ് നമ്മളെ ഈ ഒരു ചാനലിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കാണുന്ന ആൾക്കാർ 1000 പേരാണ്. അതായത് നമുക്കൊരു സ്ഥിരം 1000 പ്രേക്ഷകർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ഥിരം കാണുന്ന 1000 ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയപരിമിതികളുടെ ഇടയിൽ കൂടി നമ്മളെ ഓട്ടത്തിൻ്റെ ഇതിൻ്റെ ഇടയിലും നമ്മൾ ഈ വീഡിയോസ് മുടക്കാണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീഡിയോ ഇട്ടിട്ട് വൈറലാവുന്ന ആൾക്കാരെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. 1 മില്യൺ 2 മില്യൺ പെട്ടെന്ന് ആൾക്കാർ റീച്ചായി ഒരുപാട് ആൾക്കാരെ അറിയപ്പെടും. നമ്മൾ ഒരു പുതിയൊരു മെത്തേഡിൽ, അതായത് ഇത് കേരളത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. വീട് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ്. ഒരുപാട് വേറെ പേജുകളുണ്ട്, അതിൽ ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങളും നമ്മൾ കാണാറുണ്ട്. ആൾക്കാർ പറ്റിക്കപ്പെട്ടത്, വീട് വെച്ചിട്ട് ആ വീടിനുണ്ടാവണ ഡിഫോൾട്ടുകൾ, അങ്ങനെ ഒരുപാട് വീഡിയോസും വീടിൻ്റെ പേജുകളായിട്ട് തന്നെ ഒരുപാടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ മാത്രം ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അത് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ വെച്ചാൽ, വലിയ കോൺട്രവേഴ്സി ഒന്നും നമ്മളെ ഈ ഒരു വീടിനെ പറ്റിയിട്ട് വരാത്തതായിരിക്കും ചിലപ്പോൾ ഒരു കാരണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് തംബ്ലൈൻ ഇടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കണം. പൊതുവേ ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാനോ നല്ലത് കാണാനോ തീരെ താല്പര്യമില്ല. ഇതിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞാലേ ഉള്ളൂ ആൾക്കാർക്ക് ഉൾക്കണ്ട. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇതിനൊരു നെഗറ്റീവ് തംബ്ലൈൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാരും കൂടി ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ സ്ഥിരം വാച്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയും കാണാം. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു 300 വീഡിയോസ് ആയാലുള്ള അച്ചീവ്മെൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിതൊരു തെളിവ് കൂടിയാണ്. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഈ ഒരു രീതിയിൽ വീട് വയ്ക്കാൻ തുടങ്ങിയത് ഞങ്ങളാണെന്ന് ഞാൻ ഒരുപാട് അവകാശവാദം പറയാറുണ്ട്. ആ അവകാശവാദത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു 300 വീഡിയോസ് നമ്മളെ ഈ ചാനലിൽ കിടക്കുന്നത്. ഇന്നല്ലാന്നുണ്ടെങ്കിൽ നാളെ കേരളം ഈ രീതിയിലേക്ക് വീടുകളെല്ലാം മാറുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ മാറണ ഒരു കാലത്തായിരിക്കും നമ്മൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാൻ പോകുന്നത്. ഇടയ്ക്കും തലയ്ക്കും പല ആൾക്കാരും പറയാറുണ്ട് പല സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനൊന്നും ആധികാരികമായിട്ട്, അതായത് ഞാൻ ഈ ചെയ്ത പോലെ ഇത്ര തെളിവ് അവർക്ക് നിരത്താനായിട്ടുണ്ടായിരിക്കില്ല. കാരണം 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത്രയും വീടുകൾ ചെയ്ത് 300 വീഡിയോസും അതേപോലെ ഫുൾ ഓപ്പണായിട്ട് നമുക്കിതിൽ ആരെയും മറച്ചു വെക്കാനോ ഇതൊരാൾ പഠിക്കേണ്ടെന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. എനിക്കറിയാം ഇത് നാളെ കേരളത്തിൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നൊരു വർക്കാണെന്നും അത് നമ്മളെ വർക്കുകൾ കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനതൊന്നും ഹൈഡ് ചെയ്യാണ്ട് ഇതിൻ്റെ A to Z നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ ഫുൾ ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാനിതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും, അതായത് നമ്മളൊരു എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞത് യൂട്യൂബിൽ ഇടുന്ന സമയത്ത് എനിക്കറിയാം ഇത് എന്നെക്കാളും ബുദ്ധിയും വിവരമുള്ള ആൾക്കാരും നമ്മളെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി കേൾക്കുമ്പോൾ, അതായത് നമ്മളൊരു തെറ്റ് പറഞ്ഞു എന്നുള്ളൊരു രീതിയിൽ തോന്നില്ല എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ട് കൂടി കേട്ടോ നമ്മളിതൊക്കെ ഇതായിട്ട് പറയണത്. അതിലെന്തെങ്കിലും ഒരു നമ്മൾ പറയുന്ന ഭാഗത്തൊരു തെറ്റുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും വൈറലാവേണ്ടതാണ്. കാരണം വലിയൊരു മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത് വേറൊരു ബുദ്ധിയുള്ള ആൾ ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ 10 ആൾക്കാർ അറിയും. അപ്പം അങ്ങനത്തെ ഒരു അവസരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഞാനൊരു മണ്ടത്തരം പറഞ്ഞ് ആരെങ്കിലും ഒരു ബുദ്ധിയുള്ള ഒരാൾ കണ്ടുപിടിച്ചിട്ട് വേണം എന്നെ ഒന്ന് വൈറലാക്കി തരാൻ. മണ്ടത്തരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. നമ്മൾ മാക്സിമം നന്നാക്കി ചെയ്യാൻ നോക്കുമ്പോൾ മണ്ടത്തരങ്ങൾ പറ്റാത്തതാണെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. മണ്ടത്തരങ്ങൾ സംഭവിക്കാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കാറുണ്ട്. എല്ലാ സൈറ്റുകളിലും മിനിമം ഒരാഴ്ചയിൽ ഒരു ദിവസം പോയി മാക്സിമം നോക്കും.
അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഇനി ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ഒരു ഇതില്ലാണ്ട് ഒരു സൈറ്റിലും ഒരു ഇഞ്ച് പോലും അനങ്ങില്ല എന്ന് പറഞ്ഞ പോലെ, അതായത് എന്താണോ പ്ലാനിലുള്ളത് ആ പ്ലാനിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വ്യതിചലിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സൂപ്പർവൈസേഴ്സ് നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. അതൊക്കെ ഈ വർക്കിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. അവരവർക്ക് തോന്നിയ പോലെ അവരവർ ഒരു ചേഞ്ചസും വരുത്തില്ല. എന്ത് ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ക്ലയൻറ്റ് പറഞ്ഞിട്ടാണെങ്കിൽ കൂടി എന്നോട് ചോദിക്കാണ്ട് ഒരു ചേഞ്ചസും ഒരു വീട്ടിലും ഇവരാരും ചെയ്യാറില്ല. കാരണം ഞാൻ ഒരാഴ്ചയിൽ ഒരു ദിവസം പോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അവർക്ക് ഒരാഴ്ചയ്ക്കുള്ള പ്രോഗ്രസ്സുകളും കാര്യങ്ങളും എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് വരിക. അതിലിനി ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് വേറെ വരികയാണെങ്കിൽ തന്നെ അത് അവർ എന്നോടും കൂടി കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ അവരത് പ്രവർത്തിക്കാക്കുക. അല്ലാതെ ക്ലയൻറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ വർക്കേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്കിലും ഒരു ചേഞ്ചസും വരാൻ പോകുന്നില്ല. പിന്നെ പൊതുവെ ക്ലയൻറ്റുകൾ അവരോട് നേരിട്ടൊന്നും പറയാറില്ല. നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരിട്ടിട്ട് എന്നെ വിളിച്ചിട്ടാണ് പറയുക. പോസിബിൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനും അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം തീർച്ചയായിട്ടും വീടിന് പൈസ ചിലവാക്കുന്നത് അവരാണ്. അവരുടെ ഇഷ്ടത്തിൽ വീട് വെക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ വീടിന് ദോഷമില്ലാത്ത രീതിയിൽ അവർ എന്ത് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് കുറച്ച് റിസ്ക് ആണെങ്കിൽ കൂടി ഞാൻ അവരുടെ കൂടെ നിൽക്കാറാണ് പതിവ്. അപ്പോൾ വാച്ച് ചെയ്യാൻ എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹം, നന്ദി.